73 പുസ്തകങ്ങള്, എല്ലാ വചനങ്ങളും കാണാതെ പറയുമെന്ന് പറഞ്ഞാൽ അത് ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. ഇത് എന്തൊരു അത്ഭുതമാണ്! ഹല്ലേലൂയ! ജ്ഞാനം 10:21. ജ്ഞാനം മൂകരുടെ വാ തുറക്കുകയും ശിശുക്കൾക്ക് സ്ഫുടമായി സംസാരിക്കാൻ കഴിവ് നൽകുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇത് ജിസ്മോൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ജിസ്മോൻ ഇന്ന് നമ്മളോട് പറയാൻ വേണ്ടി പോകുന്നത് വലിയൊരു അത്ഭുതമാണ്. ലോക ചരിത്രത്തിൽ തന്നെ ഒരു കുഞ്ഞും പറയാത്ത, അല്ലെങ്കിൽ ഒരു വ്യക്തിയും പറയാത്ത വലിയ കാര്യമാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 പുസ്തകങ്ങളിലെ വചനങ്ങൾ ബൈഹാർട്ടായി കാണാതെ നമ്മളോട് പറയാൻ വേണ്ടി പോവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 10-ാം അധ്യായം 21-ാം തിരുവചനം. അവിടുന്ന് മൂകരുടെ വായ തുറക്കുകയും ശിശുക്കളുടെ നാവിന് സ്ഫുടമായി സംസാരിക്കുകയും കഴിവ് കൊടുക്കുകയും ചെയ്തു. അവിടുന്ന് മൂകരുടെ നാവ് തുറക്കുകയും ശിശുക്കളുടെ അധരങ്ങൾക്ക് സ്ഫുടമായി സംസാരിക്കാൻ കഴിവ് നൽകുകയും ചെയ്തു. ഹല്ലേലൂയ! ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ജിസ്മോനിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. ജിസ്മോനെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. കൈകളടിച്ച് സ്വാഗതം ചെയ്യാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:1. ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പുറപ്പാട് 15:26. എൻ്റെ മുൻപിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ കർത്താവായ ഞാൻ പരിശുദ്ധനാണ്. നിങ്ങൾ എനിക്ക് സ്വന്തമാകേണ്ടതിന് ഞാൻ നിങ്ങളെ മറ്റു ജനങ്ങളിൽ നിന്നും വേർതിരിച്ചിരിക്കുന്നു. ലേവ്യർ 20:26. ഹല്ലേലൂയ! യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല. ദൈവം പ്രവർത്തിച്ചത് കാണുവിൻ എന്ന് യാക്കോബിനെയും ഇസ്രായേലിനെയും കുറിച്ച് പറയേണ്ട സമയമാണിത്. സംഖ്യ 23:23. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും കാൾ ഉന്നതനാക്കും. നിയമാവർത്തനം 28. ചേർന്ന് പറയാം ഹല്ലേലൂയ. ഓരോ വചനം കഴിയുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഹല്ലേലൂയ പറയുന്നു. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ജോഷുവ 1:9. സമാധാനമായി പോകുവിൻ, നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും. ന്യായാധിപന്മാർ 18:6. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. റൂത്ത് 2:12. എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിക്കപ്പെടും. 1 സാമുവേൽ 2:30. കർത്താവേ, അങ്ങ് എൻ്റെ ദീപമാണ്, എൻ്റെ ദൈവം എൻ്റെ അന്ധകാരം അകറ്റുന്നു. 2 സാമുവേൽ 22:29. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കുന്ന ദാസന്മാരോടുള്ള ഉടമ്പടി പാലിക്കുകയും അനന്ത സ്നേഹം
അവരുടെ മേൽ ചൊരിയുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ ആകാശത്തിലും ഭൂമിയിലും മറ്റൊരു ദൈവമില്ല. 1 രാജാക്കന്മാർ 8:23. ഹല്ലേലൂയ. ഞാൻ നിന്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. 2 രാജാക്കന്മാർ 20:5. ഹല്ലേലൂയ. കർത്താവിനെ അന്വേഷിക്കുവിൻ, അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുവിൻ, അവിടുത്തെ സാന്നിധ്യം നിരന്തരം തേടുവിൻ. 1 ദിനവൃത്താന്തം 16:11. ഹല്ലേലൂയ. എന്നാൽ ദൈവം മനുഷ്യനോടൊത്ത് ഭൂമിയിൽ വസിക്കുമോ? സ്വർഗവും സ്വർഗാധിസ്വർഗങ്ങളും അവിടുത്തേക്ക് മതിയാവുകയില്ല. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയം എന്തുണ്ട്? 2 ദിനവൃത്താന്തം 16:8. ഹല്ലേലൂയ. കർത്താവ് നല്ലവനല്ലോ, ഇസ്രായേലിന്റെ നേരെയുള്ള അവിടുത്തെ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു. എസ്ര 3:11. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. നെഹെമ്യ 2:20. ഹല്ലേലൂയ. എന്റെ മകനെ, നാം ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തിയുണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. തോബിത്ത് 4:21. ഹല്ലേലൂയ. നാം അവിടുത്തെയല്ലാതെ മറ്റൊരു ദൈവത്തെ അറിയുന്നില്ല. അതിനാൽ അവിടുന്ന് നമ്മെയോ നമ്മുടെ രാജ്യത്തെയോ അവജ്ഞയോടെ വീക്ഷിക്കുകയില്ലെന്ന് നാം പ്രത്യാശിക്കുന്നു. യൂറിക്ക് 8:20. ഹല്ലേലൂയ. എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവമേ, ആശയറ്റവരുടെ ശബ്ദം കേൾക്കണമേ. തിന്മ ചെയ്യുന്നവരുടെ കരങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്നെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. എസ്തർ 14:9. ഹല്ലേലൂയ. എന്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, നിയമത്തിൽ ഉറച്ചു നിൽക്കുവിൻ, അതുവഴി നിങ്ങൾക്ക് ബഹുമതി ലഭിക്കും. 1 മക്കബായർ 2:64. ഹല്ലേലൂയ. അവർ ആയുധത്തിലും സാഹസ കൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും തൻ്റെ അങ്കുലീ ചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. 2 മക്കബായർ 8:18. എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. ജോബ് 19:26. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സങ്കീർത്തനങ്ങൾ 23:1. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ. സുഭാഷിതങ്ങൾ 16:1. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുൻപ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക. സഭാപ്രസംഗകൻ 12:1. നിന്റെ ഹൃദയത്തിൽ മുദ്രയായും നിന്റെ കലത്തിൽ അടയാളമായും എന്നെ പതിക്കുക. ഉത്തമഗീതം 8:6. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. ജ്ഞാനം 6:10.
മരിക്കേണ്ടി വന്നാലും സത്യം വെകിയരുത്. ദൈവമായ കർത്താവ് നിനക്കു വേണ്ടി പൊരുതിക്കൊള്ളും. പ്രഭാഷകൻ 4:28. കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കുകയും ചെയ്യും. ഏശയ്യ 54:13. മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ജെറമ്യ 1:5. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. വിലാപങ്ങൾ 3:22. ജെറുസലേമേ, ധൈര്യമായിരിക്കുക, നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസമരുവും. ബാറൂക്ക് 4:30. ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദഹന ബലികളല്ല, ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. ഹോസിയ 6:6. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കലേക്ക് മടങ്ങുവിൻ. ജോയൽ 2:13. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദേശത്ത് ക്ഷാമം അയക്കുന്ന നാളുകൾ വരുന്നു. ഭക്ഷണക്ഷാമമോ ദാഹജലത്തിനുള്ള വറുതിയോ അല്ല, കർത്താവിൻ്റെ വചനം ലഭിക്കാത്തതുകൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. ആമോസ് 8:11. എന്നാൽ സിയോൻ മലയിൽ രക്ഷ പ്രാപിച്ച കുറെ പേർ ഉണ്ടായിരിക്കും, അവിടം വിശുദ്ധമായിരിക്കും. യാക്കോബിന്റെ ഭവനം തങ്ങളുടെ വസ്തുവകകൾ വീണ്ടെടുക്കും. ഒബാദ്യ 1:17. അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനും ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. യോന 4:2. എന്റെ ശത്രുക്കളെ, എന്നെ കുറിച്ച് ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവ് എന്റെ വെളിച്ചമായിരിക്കും. മിക്ക 7:8. കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. നാഹും 1:7. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ കൊഴുപ്പിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കലമാന്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി. ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ മകത്തുന്നു. ഹബക്കുക്ക് 3:17-18 തിരുവചനങ്ങൾ. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേയുണ്ട്. സെഫാനിയ 3:17. അന്ന് ഞാൻ നിന്നെ എൻ്റെ മുദ്രമോതിരം പോലെയാക്കും. എന്തെന്നാൽ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. സൈന്യങ്ങൾക്ക് കർത്താവ് അരുളി ചെയ്യുന്നു. ഹഗ്ഗായി 2:23. ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ
എന്റെ ഭവനത്തിനു ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എന്റെ കണ്ണ് അവരുടെ മേൽ ഉണ്ട്. സക്കറിയ 9:8. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം ദുഷ്ടന്മാരെ നിങ്ങൾ ചവിട്ടി താഴ്ത്തും. അവർ നിങ്ങളുടെ കാൽ കീഴിൽ ചാരം പോലെ ആയിരിക്കും. മലാക്കി 4:3. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. മത്തായി 18:14. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മർക്കോസ് 11:24. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ലൂക്ക 2:52. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. റോമ 9:6. നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. 1 കൊരിന്തോസ് 10:31. നിനക്ക് എന്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. 2 കൊരിന്തോസ് 12:9. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഗലാത്യ 2:20. സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എഫേസോസ് 6:11. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഫിലിപ്പി 4:13. നിങ്ങളുടെ ജോലി എന്തു തന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. കോലോസ്യർ 3:23. വിശ്വാസം എല്ലാവർക്കുമില്ല, എന്നാൽ കർത്താവ് വിശ്വസ്തനാണ്. അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. 1 തെസ്സലോനിക്ക 3:3. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. 2 തെസ്സലോനിക്ക 3:6. ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിക്കുന്നത്. തീത്തോസ് 3:6. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപാവരം നിങ്ങളുടെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഫിലമോൻ 25.
ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ഹെബ്രായർ 11:1. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. യാക്കോബ് 5:15. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. 1 പത്രോസ് 5:6. അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന നിന്ദകർ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും. 2 പത്രോസ് 3:3. നമ്മുടെ കർത്താവായ അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1. നാം അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് നടക്കണം. കൽപ്പനയാകട്ടെ ആരംഭം മുതലേ നിങ്ങൾ ശ്രവിച്ചിരിക്കുന്നത് പോലെ സ്നേഹത്തിൽ വ്യാപരിക്കുക എന്നതും. 2 യോഹന്നാൻ 6. വാത്സല്യഭാചനമേ, നീ സഹോദരർക്ക് വേണ്ടി, പ്രത്യേകിച്ച് അപരിചിതർക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം വിശ്വാസത്തിന് യോജിച്ച പ്രവൃത്തികളാണ്. 3 യോഹന്നാൻ 5. നിങ്ങളിൽ കരുണയും സമാധാനവും സ്നേഹവും സമൃദ്ധമായി ഉണ്ടാകട്ടെ. യൂദാസ് 2. ആകാശത്തിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലുമുള്ള എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. സിംഹാസനസ്ഥനും കുഞ്ഞാടിനും എന്നേക്കും സ്തുതിയും ആരാധനയും ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. വെളിപാട് 5:13. ഹല്ലേലൂയ. കർത്താവിൻ്റെ പൊന്നു മോനെ, ചക്കരമുത്തേ, ഈശോയുടെ പൊന്നു മോനാണ്ടോ എൻ്റെ കർത്താവ്. ഇത് എന്താണ് സംഭവിച്ചത്? 73 പുസ്തകങ്ങൾ, എല്ലാ വചനങ്ങളും കാണാതെ പറയുമെന്ന് പറഞ്ഞാൽ അത് ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. ഇത് എന്തൊരു അത്ഭുതമാണ്. ഹല്ലേലൂയ. ജ്ഞാനം 10:21. ജ്ഞാനം മൂകരുടെ വാ തുറക്കുകയും ശിശുക്കൾക്ക് സ്ഫുടമായി സംസാരിക്കാൻ കഴിവ് നൽകുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ അനേകം ശിശുക്കളെ, അനേകം കുട്ടികളെ, യുവജനങ്ങളെ കർത്താവ് എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇങ്ങനെ ജിസ്മോനെ വിട്ടാൽ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് ലോകം മുഴുവൻ, ജിസ്മോനെ, ലോകം മുഴുവൻ കാണാൻ വേണ്ടി പോകണ്ടോ. ലക്ഷക്കണക്കിന് ആളുകളാ നീ പറയണ വചനം കേൾക്കാൻ വേണ്ടി പോകണേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകത്തിൻ്റെ 5 ഭൂഖണ്ഡങ്ങളിൽ ഈ വചനം കടന്നു ചെല്ലും. ബ്രദറിനോട് പരിശുദ്ധമാണ്, 5 ഭൂഖണ്ഡങ്ങളിലും ലക്ഷക്കണക്കിന് ആളുകൾ ഈ വചനം കേൾക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു അത്ഭുത കുഞ്ഞാണ് കേട്ടോ ഇത്. ഇവൻ ജനിച്ച ഉടനെ തന്നെ വലിയ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം അത്ഭുതകരമായി ഇവൻ സംസാരിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ കർത്താവിൻ്റെ വാ തുറന്നു. മാത്രമല്ല, വാ തുറന്നപ്പോൾ വചനവും കൊടുത്തു. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. എന്താണെങ്കിലും ജിസ്മോൻ നമുക്ക് വെറുതെ വിടാൻ പറ്റില്ല. കർത്താവിൻ്റെ പൊന്നു മകന് ബ്രദറിൻ്റെ ഒരു പ്രത്യേക സമ്മാനം തരികയാണ് കേട്ടോ. ഇത് നമ്മുടെ എൽഷദായ് മിനിസ്ട്രി ഉണ്ടാക്കിയ കൊന്തയാണ്, വാങ്ങിച്ചതല്ല. പ്രത്യേകം നമ്മൾ പ്രാർത്ഥിച്ച് ഉണ്ടാക്കിയ കൊന്തയാണ്. ജിസ്മോൻ ഇത് സമ്മാനമായി തരികയാണ്. ഇത് സെയിൻറ്റ് ബെനഡിക്റ്റ് ക്രോസാണ്. എല്ലാ വിധത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും മോനെ കർത്താവ് പൊതിഞ്ഞ് പിടിക്കട്ടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞ് ഹല്ലേലൂയ. വലതേര് ഉയർത്തി പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ ജിസ്മോനെ. നിന്നെ ദൈവം ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും. കർത്താവിൻ്റെ ഒരു പ്രവാചകനായി നീ മാറണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഈശോയെ അനുഗ്രഹിക്കണമേ, കൃപ ചെയ്യാം.